വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഡിസൈനായിട്ടോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു സെൻറ്റർ ഭാഗം വരെയായിട്ട് ഒരു പകുതി പോർഷനിലായിട്ടാണ് കേട്ടോ ഇങ്ങനെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഞാൻ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലൊരു നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഷേപ്പ് ഉണ്ടല്ലോ, അത് അങ്ങനെ ഒരു ചട്ടയിൽ ഷേപ്പ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ചട്ട വെച്ചിട്ട് നമ്മളിങ്ങനെ കർവ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് ഡിസൈൻ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റില്ല, പക്ഷെ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഗോൾഡൻ കളർ മുത്ത് എടുത്തിട്ടുണ്ട്, പിന്നെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലൂ കളറിലുള്ളൊരു കട്ട് ബീഡ്സ്, കുഞ്ഞ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ നെക്ക് ലൈൻ കംപ്ലീറ്റ് ചെയ്യാണ്. ആദ്യം നെക്കാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്ക് ലൈന് ഇതുപോലെ നമ്മൾ 3-4 മുത്തെടുത്ത്, ചെറിയ മുത്താണ് ഗോൾഡൻ കളർ, ചെറിയ മുത്ത് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് നെക്ക് ലൈൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലൈനോ 3 ലൈനൊക്കെ റോസ് കൊടുക്കാം നെക്കിൻ്റെ അവിടെ. ഇവിടെ ഞാൻ ഒരെണ്ണേ ചെയ്യണുള്ളൂ, ഒരെണ്ണം മതി. നമ്മൾ ബാക്കി താഴത്തോട്ട് നമ്മൾ കുറച്ച് അധികം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു ലൈനൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ പകുതി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലൈൻ ഉണ്ടല്ലോ, ആദ്യത്തെ റോല് നമ്മൾ ആ വരിയിൽ ഈ ഗോൾഡൻ കളർ മുത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ താഴത്തെ ഭാഗം വരെ ഇങ്ങനെ കർവ് കൊടുത്തേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ അടിഭാഗം വരെ നമ്മൾ ഈ ഗോൾഡൻ കളർ മുത്ത് വെച്ചിട്ട് ഫസ്റ്റത്തെ നമ്മൾ വരച്ചേക്കുന്ന ലൈൻ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ തുന്നി കൊടുക്കുക. നോർമൽ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് എടുത്തിട്ട് ഒരു 3-4 എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റത്തെ റോല് ആ ലൈൻ കൊടുത്തേക്കുന്ന അവിടെ ഈ ഗോൾഡൻ കളറ് ബീഡ്സ് വെച്ചിട്ട് കേട്ടോ, കട്ട് ബീഡ്സ് അല്ല, ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കാം. അതിന് ശേഷം പിന്നെ അടുത്ത റോലാണ് നമ്മൾ അടുത്ത ബീഡ്സ് വെച്ചിട്ട് ചെയ്യണത്. ഇനി നെക്സ്റ്റ് റോല് ഇപ്പോൾ ആ വരച്ചിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ഒരു സെൻറ്റിമീറ്ററാണ് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഇതുപോലെ ഈ കട്ട് ബീഡ്സ് വെച്ചിട്ട് അടുത്ത ലൈനിൽ കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് നമുക്ക് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് നടുഭാഗത്തിലേക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് അടുത്ത ഡിസൈൻ കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ആ ലൈനിൽ നമ്മൾ ഇതുപോലെ ഈ കട്ട് ബീഡ്സുകളും ഷുഗർ ബീഡ്സും കുത്തിയതിന് ശേഷം പിന്നെ ഈ ബ്ലൂ കളറിൽ മുത്ത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതും നോർമലി നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ കണ്ടത് ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു 4 വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്ലൂ കളറിലുള്ള കട്ട് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ കുറച്ചിങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇതാണ് നമ്മൾ ഫുള്ള് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ലൈൻസ് വരച്ചിട്ടുണ്ടല്ലോ അവിടെയൊക്കെ ഫുള്ള് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ ഇച്ചിരി ഒരു ഗ്യാപ്പ് ഇട്ട് ബ്ലൂ കളറിൽ മുത്തിങ്ങനെ കട്ട് ബീഡ്സ് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇത് അടിഭാഗം വരെ ചെയ്യണം കേട്ടോ. താഴെ നമ്മൾ ചെരിച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിലും കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെയും നമ്മൾ ഇത് ആ അറ്റം വരെ താഴത്തോട്ടം വരെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ മൊത്തം ലൈന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ അടിഭാഗം കണ്ടോ ഇങ്ങനെയാണ് താഴത്തെ ഭാഗത്ത് വരുന്നത്, കണ്ടോ സൈഡ് ചെരിഞ്ഞ ഭാഗത്തും ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഫ്ലവർ തുന്നി കൊടുക്കണം, ഫ്ലവർ ലീഫും തുന്നി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ, വേണമെങ്കിൽ ഇവിടെ കുറച്ച് നിറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പേരെ വരച്ചിട്ടുള്ളൂ കേട്ടോ, ഇവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത്. അപ്പോൾ ഇത് തുന്നാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഗോൾഡൻ്റെ ബീഡ്സ് എടുത്തിട്ട് കുറച്ച് വലിപ്പമുള്ള മുത്തില്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സെൻറ്ററിൽ കുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു 6 മതിയായിരിക്കും. ഇതുപോലെ ഇങ്ങനെ ഈ വലിയ ബീഡ്സ് ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന രീതിയിൽ ചുറ്റും അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കുത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ലൈനിൻ്റെ നടുക്ക് കൊടുത്തിരിക്കുന്ന ആ ബ്ലൂ കളറിൽ മുത്തുണ്ടല്ലോ,
കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ ഇപ്പോൾ നമ്മൾ ഇതളുകൾ വരച്ചിട്ടില്ലേ അതിലൊക്കെ നമ്മളിങ്ങനെ കട്ട് ബീഡ്സ് വെച്ചിട്ട് 3 തന്നെ അതിനകത്ത് എടുക്കണുള്ളൂ. 3 വെച്ചിട്ട് എടുത്തിട്ട് 3 ലൈൻസ് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് നമ്മളെ ഫ്ലവറിൻ്റെ ഇതളുകൾ കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ ഇതിനകത്തൊക്കെ ചെയ്യണുള്ളൂ. ഇത് മാത്രമേ തന്നെ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഗോൾഡൻ കളർ മുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഇത് പിങ്ക് കളറ് മെറ്റീരിയലാണ്. അപ്പോൾ കുറച്ചൊരു ഇടുപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ബ്ലൂ കളറിലുള്ള മുത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ എല്ലാ ഇതളുകളിലും ഇതുപോലെ 3 മുത്ത് വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ. ഫ്ലവർ നമ്മൾ തുന്നിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫ് ചെയ്യാണ്. ലീഫിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറിലുള്ള ഈ ബീഡ്സ് എടുത്തിട്ട് ഞാൻ ആ സെൻറ്ററിലൊരു ലൈന് കൊടുക്കുകയാണ്. ഇതുപോലെ സെൻറ്ററിലുള്ള ലൈൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ മുകളിൽ നിന്നിങ്ങനെ സൂചി കുത്തിയെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ ബ്ലൂ കളറിലുള്ള മുത്തുണ്ടല്ലോ അതൊരു 4 എടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ചെരിച്ച് കുത്തി കൊടുക്കുക. ലീഫിൻ്റെ ഷേപ്പിൽ വേണ്ടി. അപ്പോൾ ഞാൻ കുത്തുന്നുണ്ടില്ല. അപ്പം വരച്ചിരിക്കുന്ന ആ ലൈനിൽ വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ ലീഫ് തുന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ഈ സൈഡിൽ കംപ്ലീറ്റ് വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിതൊരു ഇച്ചിരി ഒരു പാർട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടമായത്. അപ്പോൾ കുറച്ച് സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ഭാഗത്തും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു സിമ്പിൾ ഡിസൈനാണ്, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഡെയിലി ഇടാൻ നിവർത്തിയില്ല. എന്നുവെച്ചത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നൊരു ഇതല്ലേ. അപ്പോൾ ചിലപ്പോൾ 1-2 ദിവസം എടുത്തിട്ടായിരിക്കും ഒരു വർക്ക് നമുക്ക് എന്തെങ്കിലും തുന്നി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഒറ്റയ്ക്ക് നമ്മൾ തനിയെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ സുഖമില്ലാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തുന്നാനൊന്നും പറ്റില്ല. അങ്ങനെ വരുന്ന കേട്ടോ, ഡിലേ വരുന്നതാണ്. അപ്പം പരമാവധി ഞാൻ ഡെയിലി ഇടാൻ പറ്റില്ലെങ്കിലും 1-1.5 ഇടാനായിട്ട് ഞാൻ നോക്കാം. ബാക്കപ്പായിട്ടൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ വീഡിയോ ഇതിങ്ങനെ തുന്നി നമ്മളിങ്ങനെ ഇരിക്കണമല്ലോ, എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു വർക്കിൻ്റെ ഒരു ഇത് കാണിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അത് എനിക്ക് പകുതി എങ്ങനെയാണ് ചെയ്യണ മെത്തേഡ് മാത്രം കാണിച്ച് തന്നാൽ മതി. ഇത് പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് തുന്നി ഉണ്ടാക്കുന്ന ഒരു ഡിസൈനായ കാരണം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തമ്പനെയിലാണെങ്കിലും നിങ്ങൾക്കത് കാണിച്ച് തരാനും പറ്റുള്ളൂ. അത് കാരണമാണ് ഡിലേ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തുന്നണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം ചിലത് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ചില നല്ല ഡിസൈനൊക്കെ കാണുമ്പോൾ ചെയ്യാൻ തോന്നാറുണ്ട്, അപ്പോൾ അത് ഇടാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ആക്കുന്ന കാരണം ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഡിലേ ആണ് കേട്ടോ. പിന്നെ സുഖമില്ലാന്ന്, അതുകൊണ്ടാണ് ഡിലേ വന്നത്. പരമാവധി ഇടാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.
കമൻറ്റ് ചെയ്യുക. നല്ലതാണെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.